നമ്മുടെ NTA നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്തവണ ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അൾട്ടിമേറ്റ്ലി നെറ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് അല്ലേ. ഹായ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമ്മുടെ NTA നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. April 20th നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. April 20th മുതൽ തന്നെ നമുക്ക് ഇത്തവണത്തെ നെറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെറ്റ് അല്ലെങ്കിൽ JRF അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരുപാട് പുതുമകളോടുകൂടിയാണ് ഇത്തവണത്തെ നെറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ പബ്ലിക് നോട്ടീസ് ഞാൻ പറഞ്ഞു 20th ഏപ്രിലാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. എന്താണ്? The NTA has been entrusted by the University Grants Commission with the task of conducting UGC NET, which is a test to be determine the eligibility of Indian nationals for award of Junior Research Fellowship. Okay, ഒരെണ്ണം പറഞ്ഞു, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അതായത് നമുക്ക് റിസർച്ചിനുള്ള ഫണ്ടിങ്ങോട് കൂടി നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ഒരു ഫെലോഷിപ്പ് അല്ലേ. അതാണ് NTA ആദ്യം നമുക്ക് നൽകുന്ന ഈ ഒരു എക്സാം. അതായത് ഇത്തവണ നിങ്ങൾ നെറ്റ് എഴുതുന്നതോടുകൂടി നിങ്ങൾ ആദ്യം അച്ചീവ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് NTA പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഒരെണ്ണം പറയുന്നത് JRFോട് കൂടി നിങ്ങൾക്ക് PhD ചെയ്യാനുള്ള എലിജിബിലിറ്റി ആണ് ഇത്തവണത്തെ നെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അഡ്മിഷൻസ് ടു PhD ഓൺലി. ഇത് നമുക്ക് ഇത്തവണ ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലേ. നെറ്റ് PhDയുടെ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ ഇത് CUET-നെ ബേസ് ചെയ്തിട്ട് ഓരോ യൂണിവേഴ്സിറ്റിക്ക് അവരുടെ എൻട്രൻസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ CUET-നെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് അഡ്മിഷൻസ് PhD എൻട്രൻസിൽ അല്ലെങ്കിൽ PhDക്ക് അഡ്മിഷൻസ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ മുതൽ ഇനി അത്തരത്തിൽ PhDക്ക് ഒരു സെപ്പറേറ്റ് അഡ്മിഷൻസ് ഒന്നും ഇല്ല. അതിന് പകരം നെറ്റിന്റെ സ്കോറിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ഇനി മുതൽ PhDക്ക് അഡ്മിഷൻ കിട്ടുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് ക്ലിയർ ചെയ്തിട്ട് 1 year വാലിഡിറ്റി മാത്രമാണ് ഈ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തവണ നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജൂണിന്റെ മുന്നേ തന്നെ നമ്മൾ PhDക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു എക്സ്പയർ ആയിപ്പോവും. ഓക്കെ, നമ്മുടെ നെറ്റ് ആ ഒരു PhD അഡ്മിഷനുള്ള ക്വാളിഫിക്കേഷൻ എക്സ്പയർ ആയിപ്പോവും. നേരെ മറിച്ച് നമ്മുടെ നെറ്റ് നമ്മുടെ കയ്യിൽ ലൈഫ് ടൈം ആയിട്ട് തന്നെ അതൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ PhD ആസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഉടനെ നിങ്ങൾ PhDക്ക് എൻറോൾ ചെയ്യാനുണ്ടെങ്കിൽ ഇത്തവണ നെറ്റ് നിങ്ങളെ സംബന്ധിച്ച് മാൻഡാറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെറ്റ് ക്ലിയർ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ PhDന്റെ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. സോ PhD ആസ്പയർ ചെയ്യുന്ന കുട്ടികൾ ഇത്തവണ നെറ്റ് എന്തായാലും സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ആൻഡ് ഇൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് നമ്മൾ പറഞ്ഞു അൾട്ടിമേറ്റ്ലി നെറ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷനും കൂടെ, അല്ലെങ്കിൽ ആ ഒരു ജോബിലോട്ടുള്ള നമ്മുടെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് നെറ്റ് എന്ന് പറയുന്നത്. JRFോട് കൂടി നമുക്ക് റിസർച്ച് ചെയ്യാനും അതുപോലെ എയ്ഡഡ് കോളേജുകളിലോട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ക്വാളിഫിക്കേഷനും കൂടെയാണ് നെറ്റ്. അതാണ് ബേസിക് ആയിട്ട് നെറ്റിന്റെ ഒരു ക്വാളിഫിക്കേഷൻ. ദെൻ ഞാൻ പറഞ്ഞു PhDക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ വീണ്ടും നെറ്റ് ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ 3 രീതിയിലാണ് ഇത്തവണ NTA നമുക്ക് മുന്നിൽ നെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, പിന്നീടുള്ള ഒരു ഏറ്റവും പുതിയ വേറൊരു എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണ്? ഇത്തവണ ഇത് OMR ബേസ്ഡ് ആണ് അല്ലേ. ഇത്രയും കാലം നമ്മൾ CBT ബേസ്ഡ് ആണ് എക്സാംസ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അവർ പറയുന്നു 83 സബ്ജക്ട്സും എന്തിലാണ്? OMR എന്ന് പറയുമ്പം പെൻ ആൻഡ് പേപ്പർ മോഡിലായിരിക്കും നമ്മുടെ എക്സാം നടക്കുന്നത്. CBT എന്ന് മാറിയിട്ട് അതൊരു പെൻ ആൻഡ് പേപ്പർ മോഡിലോട്ട് നമ്മുടെ എക്സാം മാറിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട് അല്ലേ. മെറിറ്റ് എന്താണ്? നമ്മളിങ്ങനെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല അല്ലേ. അതായത് ഹിന്ദിയും ഇംഗ്ലീഷും 2 ലാംഗ്വേജിലുണ്ടാകുമ്പോൾ നമുക്കൊരു കോംപ്രിഹെൻഷൻ പോലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും സ്ക്രീനിൽ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ കളിക്കണം, അല്ലെങ്കിൽ സൈഡിലോട്ട് എപ്പോഴും നമ്മുടെ കേഴ്സർ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇത്തവണ OMR ആണെങ്കിൽ നമുക്ക് വിസിബിളി നമ്മുടെ ഒരു പേപ്പറിൽ ഒരു കോംപ്രിഹെൻഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസിലി നമ്മുടെ ഒരു ബർഡ് ഐ വ്യൂവിൽ നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയാനുള്ളത്, വൺസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ സ്ക്രിബ്ലിംഗ് ആണോ ബബ്ലിംഗ് ആണോ എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് മാർക്ക് പോയിന്റ് ചെയ്യാണോ അല്ലെങ്കിൽ ബബ്ലിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും NTA പറഞ്ഞിട്ടില്ല. പക്ഷേ വൺസ് നമ്മളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോയിട്ട് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. CBTയിലാണെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് 100th ക്വസ്റ്റ്യൻ എത്തുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നും കൂടെ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് OMRലില്ല. പക്ഷേ
ടൈം മാനേജ്മെന്റിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു OMR തന്നെയാണ് ബെസ്റ്റ് ആയിട്ട് വരിക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദി ഇംഗ്ലീഷ് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുമ്പം നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഫുള്ളി കാണാൻ പറ്റില്ല. ചിലപ്പം ഓപ്ഷൻസിൽ തന്നെ ഒന്നോ രണ്ടോ ഓപ്ഷൻസ് നമുക്ക് ഒറ്റ തവണ കാണാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി രണ്ട് ഓപ്ഷൻസ് വേണമെങ്കിൽ മറ്റ് സ്ക്രോൾ ചെയ്ത് പോയിട്ട് വേണം നമ്മൾ വീണ്ടും കാണാൻ. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ഈ ഒരു സ്ക്രോളിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാവുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രശ്നങ്ങളെല്ലാം OMR പെൻ ആൻഡ് പേപ്പർ മോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ടൈം മാനേജ്മെന്റ് എളുപ്പമാക്കി തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പുതുതായിട്ട് NTA കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഡേറ്റ്സ് എങ്ങനെയൊക്കെയാണ് പറയുന്നതിലോട്ട് പോകാം. ഓക്കെ, ഞാൻ പറഞ്ഞു 20th ഏപ്രിലാണ് ഇവർ നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 20th ഏപ്രിൽ മുതൽ May 10th വരെയാണ് നമുക്ക് UGCയുടെ സൈറ്റിൽ പോയിട്ട് NTA സൈറ്റിൽ പോയിട്ട് നെറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 20th ഏപ്രിൽ മുതൽ May 10th ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് എക്സാമിനേഷൻ ഫീ അപ്ലിക്കേഷൻ ഡേറ്റ് ആണ് 20th ഏപ്രിൽ ടു May 10th എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 11th May to 12th May. ഓക്കെ, 12th കൂടി നിങ്ങളുടെ ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം. ദെൻ അതിന് സമയം പറയുന്നത്, എല്ലാ ദിവസവും സമയം പറയുന്നത് 11:50 PM ആണ് കേട്ടോ. അതാണ് ലാസ്റ്റ് ഡെഡ് ലൈൻ ആയിട്ട് പറയുന്നത്. ദെൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി അവൈലബിൾ ഫ്രം 13th May. ഓക്കെ, 13th May മുതൽ 15 May വരെയാണ് നമുക്ക് കറക്ഷൻസ് ചെയ്യാൻ പറ്റുക. പക്ഷേ പറ്റുന്നിടത്തോളം നിങ്ങൾ തെറ്റുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ വൃത്തിക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് സെന്റേഴ്സ് ഒക്കെ വീടിൻ്റെ അടുത്തുള്ള രീതിയിൽ തന്നെ കൊടുക്കുക. ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ തവണത്തെയും പോലെ ഒരുപാട് ദൂരത്തൊന്നും ആയിരിക്കില്ല. മിക്കപ്പോഴും സെന്റേഴ്സ് വീടിൻ്റെ അടുത്ത് തന്നെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലൊക്കേഷനൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തെറ്റുകളൊന്നും വരുത്താത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് തെറ്റുകളൊന്നും വരുത്താത്ത രീതിയിൽ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ കംസ് അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് വരിക എന്നുള്ളത് അവർ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നീട് വരുന്നത് എന്താണ്? ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പറയുന്നത് 16th June ആണ് അല്ലേ? 16th June. ഏകദേശം ഇനി നമുക്കൊരു 50-55 ദിവസം ഇനി നമ്മുടെ കയ്യിലുള്ളൂ ജൂൺ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ 16ാം തീയതിയാണ് നമ്മുടെ നെറ്റ് എക്സാം വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ സ്പീഡാക്കേണ്ട സമയമായിട്ടുണ്ട്. ഇനി ഏകദേശം 50-55 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്. സെൻറ്ററും ഡേറ്റും കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് കാർഡ് പോലെ തന്നെ പിന്നീട് അറിയിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കാറ്റഗറി വൈസുള്ള ഫീസും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 1150, അതുപോലെ EWS OBC NCL ആണെങ്കിൽ 600, SC ST PWD കാറ്റഗറി, തേർഡ് ജെൻഡർ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് 325. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫീ സെക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്, PG എൻറോൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണ്, റെഗുലർ ആണോ, ഓഫ്ലൈൻ ആണോ, ഓൺലൈൻ ആണോ, അതായത് നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ടാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇതൊന്നും വിഷയമല്ല. നിങ്ങൾ PGക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്, ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ PG ചെയ്യുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നെറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് മാത്രമാണ് അതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ 55% ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് പിന്നീട് നിങ്ങൾ PG പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം നെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അവൈൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, സോ ഇത്തരത്തിൽ UGCയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു നെറ്റ് ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് നിങ്ങളുടെ ഡാറ്റസ് എല്ലാം അപ്ലോഡ് ചെയ്യുക, ഡേറ്റ അപ്ലോഡ് ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിനൊന്നും നിൽക്കരുത്, ആദ്യം തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. നിങ്ങളുടെ നെസസറി സബ്ജക്റ്റ് ഏതാണോ അതിനകത്തുള്ള പ്രിപ്പറേഷനും സ്ട്രോങ് ആക്കുക. ഇത്തവണ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് PhDക്കും കൂടെ ഉള്ള ഒരു എൻട്രൻസ് എക്സാം ആയിട്ടാണ് ഇത്തവണ NTA നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അതുകൊണ്ട് PhD അസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇമീഡിയറ്റ് PhD നിങ്ങൾ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തവണ നെറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു 55 ദിവസമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ കളക്ട്, നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് മെറ്റീരിയൽ കളക്ട് ചെയ്യാനുള്ള സമയം ഇല്ല. കാരണം ഒരു റിസർച്ച് ചെയ്തിട്ട് നമ്മൾ പഠിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടഫ് പ്രോസസ്സ്, ഭയങ്കര ലോങ് പ്രോസസ്സാണ്. ഒരുപാട് റിസർച്ച് വേണം. ദെൻ ഇതെല്ലാം കളക്ട് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു ഓർഡർ ആക്കി എല്ലാം പഠിച്ചെടുക്കണം. സോ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനിയുള്ള 56 ഡേയ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലൊരു അസിസ്റ്റൻസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ വന്നോളൂ. നമ്മുടെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് അസിസ്റ്റൻസിനെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.